ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഡോക്ടർ റംസിയ സൈദലവി. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. മുന്നത്തെ എൻ്റെ വീഡിയോസ് ഫാർമസിസ്റ്റുകൾക്ക് മാത്രമുള്ളതായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. തമ്മിൽ ശ്രദ്ധിച്ച് കാണും, സപ്ലിമെൻസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറയുന്ന വിറ്റാമിൻ ഗുളികകൾ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് പറഞ്ഞാൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് മാത്രമല്ല. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലാണ്, അതുകൊണ്ടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. ഖത്തറിൽ ഒക്കെ സപ്ലിമെൻറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഖത്തറീസ് ആയിക്കോട്ടെ, പുറത്തുള്ള യൂറോപ്യൻസ്, അമേരിക്കൻസ്, അവരൊക്കെ സപ്ലിമെൻറ്റ്സ്, അവരൊക്കെ നന്നായിട്ട് ടാബ്ലറ്റ്സ്, മെഡിസിനേക്കാളും കൂടുതൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതാണ്. എല്ലാതും ഫുഡിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതും ആവുന്നതും എല്ലാം അവർ വന്നിട്ട് ചോദിച്ചു വാങ്ങും, എനിക്ക് ഈ സപ്ലിമെന്റ് വേണം അല്ലെങ്കിൽ ഈ ബ്രാൻഡ് വേണം, അങ്ങനെ ചോദിച്ചു വന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ, ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ വൈറ്റമിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. ചില ഫാർമസിയിൽ ചെല്ലുമ്പോൾ ഫാർമസിസ്റ്റ് തന്നെ ചോദിക്കും, ഡോക്ടർ വിറ്റാമിൻ ഗുളിക എഴുതിയിട്ടുണ്ട്, വേണോ? അപ്പോൾ നമ്മൾ പറയും, വിറ്റാമിൻ ഒന്നും വേണ്ട, മെഡിസിൻ മാത്രം മതി, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് വാങ്ങില്ല. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ള സംഭവം. പക്ഷേ ഈ പെട്ടെന്ന് ശരിയാണ്, നമുക്കിപ്പോൾ ഒരു കാലിനൊരു പെയിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പെയിൻ കില്ലർ എടുത്താൽ നമ്മൾ അസുഖം പെട്ടെന്ന് പെയിന് മാറും. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആരും അന്വേഷിക്കാറില്ല. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വൈറ്റമിൻസോ മിനറൽസിൻ്റെ ഒരു കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സെറ്റാവണം. അതുകൊണ്ട് നമ്മൾ പലതും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ ഒക്കെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അറ്റോറാസ്റ്റാറ്റിൻ, റുസ്വാസ്റ്റാറ്റിൻ, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഈ കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് റാബ്ഡോമൈലോസിസ് എന്ന് പറയും, അഥവാ മയാൾജി അല്ലെങ്കിൽ മസിൽ പെയിൻ ഒക്കെ നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പൊതുവേ അത് ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ നല്ല വേദന ഉണ്ടെങ്കിൽ വേദനയുടെ ഗുളിക കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്, അല്ലെങ്കിൽ വല്ല മൂവ് തേക്കും, അങ്ങനെ. പക്ഷേ മസിൽ പെയിന് വരുമ്പോൾ അത് കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും വരും. അങ്ങനെയുള്ളവർക്ക് മാഗ്നീഷ്യം കൊടുക്കും. ഇവിടെ മാഗ്നീഷ്യം പല രീതിയിൽ ഓക്സൈഡ്, സിട്രേറ്റ്, അങ്ങനെ പലതും വരും. സിട്രേറ്റ് ആണ് കുറച്ചും കൂടെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ മാഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ സപ്ലിമെൻറ്റ്സും അതെന്തിന് യൂസ്ഫുൾ ആണ്, അതുപോലെ അതെങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ മഗ്നീഷ്യം പറയുകയാണെങ്കിൽ, മഗ്നീഷ്യത്തിന് പല യൂസുകളുണ്ട്. അതായത് ഉറക്കം, നന്നായിട്ട് ഉറങ്ങാൻ മഗ്നീഷ്യം നല്ലതാണ്. മഗ്നീഷ്യം സിട്രേറ്റ് ഒക്കെ ഉറങ്ങാൻ കൊടുക്കാറുണ്ട്. അതുപോലെ മസിൽ പെയിന് മെയിനാണ് മഗ്നീഷ്യം. നമ്മുടെ ഇവിടെ സപ്ലിമെന്റ്സ് ഒക്കെ വരാറ് കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക് ഒരു കോമ്പിനേഷൻ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, കാൽമാക്സിങ് എന്ന് പറഞ്ഞിട്ടാണ് അധികം സപ്ലിമെന്റ്സ് വരാറ്. അപ്പോൾ അങ്ങനെ കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക് കോമ്പിനേഷൻ വരാറുണ്ട്. അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഒക്കെ റെഗുലേഷൻ, അതായത് കറക്റ്റ് അബ്സോർപ്ഷനൊക്കെ മഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വെറും കാൽഷ്യം മാത്രം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, കാൽഷ്യത്തിന്, എല്ലിനൊക്കെ സംഭവത്തിന് എല്ലാം കാൽഷ്യം ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എന്ന് കേട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ മഗ്നീഷ്യം വേണം. പിന്നെ മഗ്നീഷ്യം വേറൊരു യൂസ് ഉള്ളത്, നമ്മുടെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു നോർമൽ, നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ അത് നോർമൽ ലെവലിൽ മെഡിസിൻ എടുക്കാം. മെഡിസിൻ വെറും മഗ്നീഷ്യം കഴിച്ചുകൊണ്ട് ഷുഗർ കുറയുന്നല്ല, പക്ഷെ അതൊരു കറക്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ മഗ്നീഷ്യത്തിന് നല്ലൊരു പങ്കുണ്ട്. പിന്നെ പറഞ്ഞത് ഞാൻ മെയിനായിട്ട് ഈ മസിൽ പെയിൻ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഇനി കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് എപ്പോഴെങ്കിലും മസിലിനെ കൊച്ചിപ്പിടുത്തം, അങ്ങനെ മസിൽ പെയിൻ അങ്ങനെ വരുന്നതിനൊക്കെ മഗ്നീഷ്യം എടുത്താൽ മതി. പിന്നെ അതുപോലെ നമ്മുടെ മൂഡ് ഡിസോർഡേഴ്സ്, അതായത് ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഒരു മൂഡിനെ ഒരു കാമാക്കി നിർത്താനുള്ള ഒരു കഴിവും കൂടെ മഗ്നീഷ്യത്തിനുണ്ട്. ഞാനിപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ മാത്രമല്ല, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. മഗ്നീഷ്യം, അതുപോലെ വൈറ്റമിൻ ഡി, ഒമേഗ 3 ഒക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഡെയിലി കഴിക്കേണ്ട ഒരു സംഭവമാണ് ഒമേഗ 3. നമ്മുടെ കൊളസ്ട്രോള്, അതുപോലെ കൊളസ്ട്രോളിൻ്റെ എല്ലാ ടൈപ്പും, ട്രൈഗ്ലിസറൈഡ് കൂടിയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ LDL കൂടിയ ആൾക്കാർക്ക്, അതൊക്കെ കുറക്കാൻ ഒമേഗ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ HDL, നല്ല ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഒമേഗ 3 ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ ഒമേഗ 3
ഈ ഓർമ്മശക്തിക്കൊക്കെ നല്ലതാണ്. ഇവിടെ ഒമേഗ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കുട്ടികളുടെ ഡോസിന് വരുന്നുണ്ട്. സാധാരണ നോർമൽ അഡൾട്ട് ഡോസ് എന്ന് പറയുന്നത് 1000 mg ഒക്കെയാണ് ഡെയിലി കഴിക്കേണ്ടത്. കുട്ടികൾക്ക് അതിനനുസരിച്ച് ഡോസ് വരുന്നുണ്ട്. പക്ഷേ ഓർമ്മശക്തിക്ക് നമ്മുടെ അതുപോലെ ഇതേ മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒമേഗ നല്ലതാണ്. ഡിപ്രഷൻ നല്ല മൂഡ് കാര്യങ്ങളൊക്കെ വരാൻ നല്ല രീതിയിലാവാൻ ഒക്കെ നല്ലതാണ് ഒമേഗ. പിന്നെ വൈറ്റമിൻ ഡി, അതുപോലെ ഈ ഒമേഗയ്ക്ക് നമ്മുടെ ഹാർട്ട് ഡിസീസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ. ഹാർട്ട്, ലിവർ, ഈ ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഒമേഗ കഴിക്കുന്നത്. നമ്മൾ ഈ മീൻ ഗുളിക എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഈ ഒമേഗ. അത് നമ്മൾ മീൻ കഴിച്ചാൽ കിട്ടും, പക്ഷെ നല്ല നമ്മുടെ ഈ മത്തിയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് മീനിൽ. ഫുഡിൽ മാഗ്നീഷ്യം ഒക്കെ ഫുഡിൽ വരുന്നുണ്ട് കേട്ടോ. ബനാന, അതുപോലെ ഓട്സ്, കാഷ്യൂ നട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എന്താ മാഗ്നീഷ്യം വരുന്നുണ്ട്. ചീര, അതിലൊക്കെ മാഗ്നീഷ്യം. അതുപോലെ ഒമേഗ വരുന്നത് മെയിനായിട്ട് ഫിഷ്. ഇനിയിപ്പോൾ പച്ചക്കറി വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, വാൾനട്ട്, അതിലൊക്കെ നമ്മുടെ ഇത് എന്താ ഒമേഗ ഇരിപ്പുണ്ട്. പിന്നെ ഫിഷ് എല്ലാം ട്യൂണ, സാൽമണ്, പിന്നെ നമ്മുടെ മത്തി, സാർഡൈൻ, അങ്ങനെ ഒരുവിധം എല്ലാ ഫിഷസിലും ഒമേഗ 3 ഉണ്ട്. അപ്പോൾ ഫിഷിലാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾക്ക് സപ്ലിമെന്റ്സ് വരുന്നത് അധികം ഫിഷ് ഓയിൽ ആയിട്ടാണ്. കോഡ് ലിവർ ഓയിൽ, ഫിഷ് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഫ്ലക്സ് സീഡ് ഓയിൽ ക്യാപ്സൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതും വരുന്നുണ്ട്. അപ്പോൾ ഒമേഗ നമ്മുടെ ഇതുപോലെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതെ, സ്ട്രോക്ക് വരാതെ ഒക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഒമേഗ. പിന്നെ ഈ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക്, പ്രഗ്നൻ്റ് ആയ ലേഡീസിന് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഒമേഗ. പിന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻ ഡി. നമ്മൾ കരുതും നമ്മൾ പുറത്ത് വെയിലത്ത് വർക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ പുറത്ത് ഞാൻ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഫുൾ ടൈം റൂമിൽ ഇരിക്കുന്നതല്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഇപ്പം നന്നായിട്ട് കുറവാണ്. പല കാരണങ്ങളുണ്ട് അതിന്. ചിലർക്ക് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും. ഇപ്പം അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് വരും. പിന്നെ ചില ആൾക്കാരുടെ സ്കിന്നിൽ തന്നെ അബ്സോർപ്ഷൻ കുറവായിരിക്കും വൈറ്റമിൻ ഡിയുടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വൈറ്റമിൻ ഡി നമ്മൾ പുറത്തുനിന്ന് തന്നെ സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കഴിക്കേണ്ടി വരും. അതും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഡെയിലി ഡോസ് 1000 mg ആണ്, അല്ലെങ്കിൽ 5000 mg കഴിക്കാം. ഇനി ആഴ്ചയിൽ 5 ദിവസം കഴിക്കണം 10,000 mg വെച്ചിട്ട്, അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 60K എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. 4 എണ്ണമൊക്കെ വരുന്ന ഒരു ചെറിയൊരിത്. അതിൽ ഇത് ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി. അങ്ങനെ മാസത്തിൽ അങ്ങനെ അതിനാണ് 4 എണ്ണം വരുന്നത്. ഒരു മാസത്തിനുള്ള ഓരോ ഷീറ്റ് അങ്ങനെ കഴിച്ചാലും മതി. അങ്ങനെ ഒരു 3 മാസം കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എപ്പോഴും കഴിക്കണം എന്നില്ല, പക്ഷേ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒന്ന് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം കഴിക്കുക, പിന്നെ നിർത്തിയൊക്കെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ വൈറ്റമിൻ ഡി എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ കരുതും ഫുഡിൽ നിന്ന് ഞാനെല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷേ ഫുഡിലെല്ലാം കിട്ടില്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് സപ്ലിമെൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപ്സൂളായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ പലതും ഗമ്മീസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ടാബ്ലറ്റ് എടുക്കാൻ മടിയാവുമ്പോൾ നമുക്ക് മിഠായി പോലെ ഗമ്മീസ് ഇങ്ങനെ ചവച്ച് കഴിക്കാൻ പറ്റിയ ടൈപ്പ് കിട്ടാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മറ്റേ ലോലിപോപ്പായിട്ട് വരുന്നുണ്ട്, നമ്മൾ കോലുമിഠായി അറിയില്ലേ, ആ സംഭവമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പക്ഷെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. സിറപ്പ് നമ്മുടെ നാട്ടിൽ കുട്ടികൾ കുടിക്കുന്നില്ല, സിറപ്പായിട്ട് കുട്ടികൾ കുടിക്കുന്നില്ല, ഇഷ്ടമായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ലോലിപോപ്പായിട്ട് കുട്ടികൾ എങ്ങനെയാണോ കഴിക്കുക ആ രീതിയിലൊക്കെ വരുന്ന, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലും ഒക്കെ വരുന്ന വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയുന്നത്. നമ്മൾ സപ്ലിമെൻറ്റ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ കഴിക്കണം. ഇപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മുടെ കാലിന് ഭയങ്കര വേദന, ഈ കാലിന് മുട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട് കാല് കടച്ചിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം, അങ്ങനെയൊക്കെ നമുക്ക് പല ലക്ഷണങ്ങൾ നമ്മുടെ ബോഡി കാണിച്ചു തരും. നമ്മളിപ്പോൾ വായ്പുണ്ണൊക്കെ വരുമ്പോൾ നമ്മളറിയില്ലേ ബി കോംപ്ലക്സ് കഴിക്കണം. അതെന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ B12 അല്ലെങ്കിൽ ബിയുടെ എല്ലാ ഇതും കുറയുമ്പോഴാണ് വായ്പുണ്ണൊക്കെ ചില കാരണം കൊണ്ട് അങ്ങനെയാവും. ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ വായ്പുണ്ണ് വരും. അങ്ങനെ അപ്പോൾ ഓരോരോ സപ്ലിമെൻറ്റ്സിന് ഓരോരോ കാരണം നമ്മുടെ ബോഡി അത് കാണിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ അതെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ഇവിടെ വരുന്ന ഓരോ ബ്രാൻഡ്സൊക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ മഗ്നീഷ്യം എന്നല്ല, ഓരോരോ വീഡിയോയിൽ ഞാൻ ഓരോരോ വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് അതിൽ ഞാൻ അതെന്തിനാണ്, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ ഓരോന്നായിട്ട് ഞാനത് ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുക, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.